ശരിദൂരം പിടിക്കാൻ. NSS CPM പോര് വെടക്കാക്കി തനിക്കാക്കാൻ കോൺഗ്രസ്. സുകുമാരൻ നായർക്ക് മാന്യൻ സർട്ടിഫിക്കറ്റ് നൽകി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണ് ഈ രാഷ്ട്രീയ മുതലെടുപ്പിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മാടമ്പി സംസ്കാരം CPMനാണെന്നും ചരിത്രമറിയാത്തവരാണ് BJPയുമായി NSS കൂട്ടുകെട്ടുമെന്ന് കുറ്റപ്പെടുത്തുന്നതെന്നും കോടിയേരിക്ക് മറുപടിയായി മുല്ലപ്പള്ളി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ സുകുമാരൻ നായർ വാക്പോരാട്ടം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. NSSനെ പുകഴ്ത്തുന്ന പ്രസ്താവനകളാണ് കോൺഗ്രസ് നേതാക്കളുടേത്. NSSനെ മാടമ്പി എന്ന് വിളിച്ച കോടിയേരിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി ഇങ്ങനെ: മാടമ്പി സ്വഭാവമുള്ള മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മനസ്സിലാക്കേണ്ടത് ആ മാടമ്പി സംസ്കാരത്തിന്റെ പ്രതിനിധികൾ CPMന്റെ നേതാക്കന്മാർ തന്നെയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രസ്താവനകളാണ് CPM നേതൃത്വം നടത്തുന്നത്. ഇതിന് കോൺഗ്രസ് ഉയർത്തുന്ന പ്രതിരോധം ഇങ്ങനെ: NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരെ ഞാൻ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അടിമുടി മാന്യൻ, എന്നാൽ സുദൃഢമായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലുമുള്ള ഒരു നേതാവ്. ശബരിമല സമരത്തിന് പിന്നാലെ BJPയുമായി NSS അടുക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് NSSന്റെ പിന്തുണ തേടിയുള്ള കോൺഗ്രസിന്റെ ഈ പ്രതിരോധം. ഞങ്ങളെ NSS ഞങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എതിർത്ത ഒരു സാമുദായിക സംഘടനകളെയും ഞങ്ങൾ മോശമായി പറഞ്ഞിട്ടില്ല. 1957 ആദ്യ കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് ചില കമ്മ്യൂണിസ്റ്റ് MLAമാർ അന്ന് വിജയിച്ചു വന്നതിൽ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോടിയേരി മനസ്സിലാക്കണം. CPM NSS തർക്കത്തിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പുതിയൊരു രാഷ്ട്രീയ നീക്കമാണ്. NSS പിന്തുണ BJPക്കൊപ്പമാവാതിരിക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് ഈ തന്ത്രം. ന്യൂസ് 18 തിരുവനന്തപുരം. NSSനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമിക്കുന്നത്. ശബരിമല വിഷയത്തിലെ NSS ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും കോടിയേരി ആരോപിച്ചു. അവിശുദ്ധ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തുക എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് NSSനെതിരെ കോടിയേരി ആഞ്ഞടിച്ചത്. ശബരിമല വിഷയത്തിലെ NSS ഇടപെടൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. RSSനെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് പല മണ്ഡലങ്ങളിലും രഹസ്യധാരണയുണ്ടാക്കാനാണ് NSS ശ്രമം. വിശ്വാസ സംരക്ഷണ നിലപാട് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി വിശ്വാസത്തെ മറയാക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് നൽകിയ സ്വീകരണത്തിലും NSSനെതിരെ കോടിയേരി കടുത്ത വിമർശനം നടത്തി. കോൺഗ്രസിന്റെ ഇത്തരം പ്രചരണങ്ങളൊന്നും UDFന്റെ ഇത്തരം പ്രചാരപരങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. സമാധാനപൂർവമായ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഇടതുപക്ഷത്തെയും ജനങ്ങൾ അംഗീകരിക്കണം. അതിന്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ സഖാക്കൾ സമാധാനം സ്ഥാപിക്കാൻ ഇടപെടണം. ഭരണഘടനയും സുപ്രീം കോടതിയെയും അംഗീകരിക്കില്ല എന്ന സമീപനമാണ് NSS നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. കോടതി വിധി തിരുത്തിക്കാൻ NSS ജനക്കൂട്ടത്തെ തെരുവിലിറക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് 18 കോട്ടയം. സംഘർഷമൊഴിയാതെ കാസർഗോഡ്. ഇരട്ടക്കൊലപാതകവും സംഘർഷങ്ങളും ഉണ്ടായ പെരിയയിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സുരേഷ് ഗോപി സന്ദർശിച്ചു. പെരിയയിൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ തുടരുന്നു. ഉദുമ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജന്റെ പെരിയയിലുള്ള വീടിനു നേരെ അർദ്ധരാത്രി ആക്രമണം ഉണ്ടായി. വീടിനു തീയിടാൻ ശ്രമമുണ്ടായതായി പോലീസ് പറഞ്ഞു. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട് സുരേഷ് ഗോപി MP സന്ദർശിച്ചു. IG ശ്രീജിത്തിൽ വിശ്വാസമുണ്ട്, എന്നാൽ അദ്ദേഹത്തെ നിയോഗിച്ചവരിൽ വിശ്വാസമില്ലെന്ന് സുരേഷ് ഗോപി. ശ്രീജിത്ത് കൃത്യമായി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ആ വെച്ചിരിക്കുന്നവർ അദ്ദേഹത്തെ എങ്ങനെ, അതിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വിശ്വാസക്കുറവല്ല, പ്യുവർ ഡിസ്ബിലീഫ്. ഇരട്ടക്കൊല നടന്ന കല്യോട്ട് പ്രദേശം ഇപ്പോൾ ശാന്തമാണ്. കല്യോട്ടുള്ള CPM പ്രവർത്തകരുടെ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ പരക്കെ അക്രമം നടന്നിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ CPM നേതാക്കൾക്കെതിരെ ഇന്നലെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ ഏറ്റെടുക്കും. ന്യൂസ് 18 കാസർഗോഡ്.
ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ നീക്കം ശക്തമാക്കി കോൺഗ്രസ്. കൊലപാതകത്തിന് പിന്നിലെ സിപിഎം നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് നീക്കം. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ മുരളീധരൻ എംഎൽഎ പറഞ്ഞു. അധികാരത്തിന്റെ മുമ്പിൽ പരോളും നൽകി അവരെ ഇങ്ങനെ പാർട്ടി ഏൽപ്പിക്കുന്ന കൊലപാതകങ്ങൾ നടത്താൻ ഏൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സിബിഐ അന്വേഷണമല്ലാതെ കേരള പോലീസ് നടത്തുന്ന ഒരു അന്വേഷണം തൃപ്തികരമല്ല. അതിനുവേണ്ടി ഏതറ്റം വരെയും പാർട്ടി മുന്നോട്ട് പോകും. പെരിയ സംഭവത്തിൽ രാഷ്ട്രീയം നോക്കിയല്ല അന്വേഷണമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. ക്രൈംബ്രാഞ്ച് എഡിജിപിക്കൊപ്പം സ്ഥലം സന്ദർശിക്കുമെന്നും ഡിജിപി വ്യക്തമാക്കി. We will do a professional investigation. We are not going to actually see that this is either political party or no. This is a murder, and murder has to be actually there as a twin, double murder. So we will be very careful. വളരെ നല്ല രീതിയിൽ ഒരു അന്വേഷണം ഞങ്ങൾ ചെയ്തു തരാൻ വേണ്ടി തരാം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണച്ചതായി ജില്ലാ ഭരണകൂടം. എറണാകുളം നഗരത്തിലെ പുക കുറഞ്ഞെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. തൃപ്പൂണിത്തുറ, വൈറ്റ്ല, ഇരുമ്പനം, തൈക്കുടം പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെയും പുക രൂക്ഷമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. നഗരത്തിലെ പുക കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിച്ച് സമീപത്തെ പുഴയിലെ വെള്ളം ഉപയോഗിച്ചാണ് തീ അണച്ചത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ബ്രഹ്മപുരത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നലെ രാത്രി പുക രൂക്ഷമായതോടെ ഉറങ്ങാൻ കഴിയാതായ ഇരുമ്പനത്തെ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു. പുലർച്ചയോടെ തഹസിൽദാർ സ്ഥലത്തെത്തിയാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത്. വൈറ്റില, തൃപ്പൂണിത്തുറ, ഇരുമ്പനം ഭാഗങ്ങളിൽ ഇന്നു രാവിലെയും പുക രൂക്ഷമായിരുന്നു. നിരവധി പേർക്ക് വിഷപ്പുക ശ്വസിച്ച് അസ്വസ്ഥതകൾ ഉണ്ടായതോടെ ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കൊച്ചി നഗരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് നഗരസഭ താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ വീണ്ടും തീപിടുത്തം. തമ്മനം പൊന്നൂരിന്നി കൂത്താപ്പാടി അമ്പലത്തിന് സമീപമുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു കാറും ഓട്ടോറിക്ഷയും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് GST നിരക്കിൽ ഇളവുകൾ. ഡൽഹിയിൽ നടന്ന GST കൌൺസിലിലാണ് തീരുമാനം. ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST നിരക്ക് 1% കുറച്ചു. മറ്റ് ഭവന നിർമ്മാണത്തിന് GST നിരക്ക് 5% നിശ്ചയിച്ചു. നിരക്കുകൾ ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ലോട്ടറി നികുതിയിൽ ചർച്ച തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, GST കൌൺസിൽ തുടരുകയാണോ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ. തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർണായകമായ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള GST കൌൺസിൽ യോഗമാണ് പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചർച്ചയ്ക്ക് വന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ചാണ്. ഇക്കാര്യത്തിൽ ഒരു വിഷയത്തിൽ തീരുമാനമായിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് അനുകൂലമാകുന്ന ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള നിരക്കടക്കം കുറയ്ക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ചിലവ് കുറഞ്ഞ ഭവന നിർമ്മാണത്തിനുള്ള GST നിരക്ക് 12% നിന്നും 1% കുറയ്ക്കാനാണ് GST കൌൺസിലിൽ തീരുമാനമെത്തിയിരിക്കുന്നത്. മന്ത്രിതല സമിതി നേരത്തെ 3% നിരക്ക് കുറയ്ക്കണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചിരുന്നത്. പല സംസ്ഥാനങ്ങളും 3% എന്ന നിരക്കിനെ എതിർത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത് 1% നിരക്കായി ഇപ്പോൾ നിശ്ചയിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വീടുകൾ വാങ്ങുന്ന സാധാരണക്കാരെ, വീടുകൾ വാങ്ങുന്നതും വയ്ക്കുന്നതുമായ സാധാരണക്കാരെ സംബന്ധിച്ച് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടാക്കുക. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെയാണ് 1% GST നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഈ ചിലവ് കുറഞ്ഞ വീടുകൾ എന്നതിന്റെ നിർവചനവും കൃത്യമായി GST കൌൺസിൽ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. 45 ലക്ഷം രൂപയിൽ കുറഞ്ഞ ചിലവുള്ള വീടുകളെയാണ് ഈ 1% നികുതി നിരക്കിന്റെ ഗണത്തിൽപ്പെടുത്തുക. നഗരമേഖലയിലാണെങ്കിൽ 60 ചതുരശ്ര മീറ്റർ ആയിരിക്കണം ഈ വീടുകളുടെ വിസ്തീർണം. നഗരത്തിന് പുറത്ത് 90 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളെ ആയിരിക്കും ചിലവ് കുറഞ്ഞ വീടുകൾ എന്ന ഗണത്തിൽ പരിഗണിക്കുക. അതേസമയം ഈ പറഞ്ഞ നിർവചനത്തിന് പുറത്തുള്ള വീടുകളുടെ GST നിരക്ക് 5% ആയിരിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളുടെ GST നിരക്ക് കുറയ്ക്കുന്ന കാര്യം പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും അതിൽ തീരുമാനമായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അത് GST കൌൺസിലിന്റെ സാങ്കേതിക സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഒപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ യോഗത്തിൽ ഏറെ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം
ലോട്ടറിയുടെ GST നിരക്ക് ഏകീകരിക്കുന്നതിൽ കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് കേന്ദ്രം തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതായിരുന്നു. എന്നാൽ ചർച്ചകൾ തുടരുകയാണ്. ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായേക്കില്ല. ലോട്ടറിയുടെ നിരക്ക് സംസ്ഥാന ലോട്ടറിയുടെയും സംസ്ഥാന ഇതര ലോട്ടറിയുടെയും നിരക്ക് 18%, 28% ആക്കാനുള്ള നീക്കം നടന്നേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ വലിയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായി BJP ഇതര സംസ്ഥാനങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടിയാണ് ഈ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ നിന്നും മാറ്റിവയ്ക്കാനായി പോകുന്നത്. ശരിയുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരർക്കും വിഘടനവാദികൾക്കുമെതിരെ നടപടി ശക്തമാക്കി സൈന്യം. ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ 3 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. ഭീകരരുടെ വെടിയേറ്റ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് അമൻ താക്കൂർ രക്തസാക്ഷിയായി. ജമാഅത്തെ ഇസ്ലാമിയുടെ 150 നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഭീകരർ മറഞ്ഞിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം നടത്തിയ തെരച്ചിലിലാണ് 2 ഭീകരരെ വധിച്ചത്. JKLF നേതാവ് യാസിൻ മാലിക്കിനെ വെള്ളിയാഴ്ച കശ്മീരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം 150 നേതാക്കളും അറസ്റ്റിലായിട്ടുണ്ട്. കൂട്ടറസ്റ്റിനെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിമർശിച്ചു. 10,000 അർദ്ധസൈനികരെ അടിയന്തരമായി ആകാശമാർഗം കശ്മീരിലെത്തിച്ചത് അഭ്യൂഹങ്ങൾക്ക് കാരണമായി. യുദ്ധമുണ്ടാകുമെന്ന ഭീതിയിൽ ജനങ്ങൾ ഭക്ഷണസാധനങ്ങൾ വാങ്ങിക്കൂട്ടി. എന്നാൽ സൈനികർ എത്തിയത് തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായാണെന്ന് കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് അറിയിച്ചു. മറ്റ് സംസ്ഥാനക്കാർക്കാർക്കും കശ്മീരിൽ വസ്തുവകകൾ വാങ്ങാൻ കഴിയില്ല എന്ന ഭരണഘടനാ ചട്ടം എടുത്തു കളയണമെന്ന ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. അതിനിടെ പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമായ രമേശ് കുമാർ വാങ്വാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ നേരത്തെയുള്ള ക്ഷണമനുസരിച്ച് കുംഭമേളയ്ക്കെത്തിയതായിരുന്നു രമേശ് കുമാർ. ഇതിനിടെ കേന്ദ്ര പോലീസ് വിഭാഗങ്ങളുടെ അലവൻസുകൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. റിസ്ക് ഹാർഡ്ഷിപ്പ് അലവൻസുകളാണ് വർദ്ധിപ്പിച്ചത്. CRPF അടക്കമുള്ള കേന്ദ്ര അർദ്ധസൈനിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം കിട്ടും. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന റിപ്പോർട്ട് പാകിസ്ഥാൻ നിഷേധിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ആദ്യ ഗഡുവായ 2,000 രൂപ 1 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. പദ്ധതിക്ക് അർഹരായവരുടെ പട്ടിക വേഗത്തിൽ നൽകാതെ രാഷ്ട്രീയം കളിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ ജനങ്ങൾ തകർക്കുമെന്ന് മോദി പറഞ്ഞു. ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ. ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ് തിരിച്ചടിയെ തുടർന്ന് കർഷക രോഷം ശമിപ്പിക്കാൻ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച PM കിസാൻ പദ്ധതിയാണ് പ്രാബല്യത്തിലായത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂരിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പദ്ധതിക്ക് തുടക്കമിട്ടു. തിരഞ്ഞെടുത്ത കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആദ്യ ഗഡുവായ 2,000 രൂപ നിക്ഷേപിച്ചായിരുന്നു ഉദ്ഘാടനം. 180 लाभार्थी किसानों के खातों में ये राशि पहुंचेगी और ये राशि है 2,021 करोड़ रुपए की. പദ്ധതിയെ രാഷ്ട്രീയവൽക്കരിച്ച് യോഗ്യരായ കർഷകരുടെ പട്ടിക നൽകാത്ത BJP ഇതര സർക്കാരുകൾക്ക് മോഡി മുന്നറിയിപ്പ് നൽകി. കർഷക ശാപത്തിൽ ഈ സർക്കാരുകൾ നശിക്കും. और सच्ची किसान की सेवा क्या होती है ये मोदी करके दिखाएगा. और इसलिए पार्लियामेंट में देखा होगा उनके चेहरे लटके हुए थे. കാർഷിക വായ്പ എഴുതിത്തള്ളുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തെ PM കിസാനിലൂടെ തിരഞ്ഞെടുപ്പിൽ നേരിടുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകി. ചുരുക്കം ചിലർക്ക് മാത്രം ഗുണം ലഭിക്കുന്ന വായ്പ എഴുതിത്തള്ളൽ കുറ്റകരമായ നടപടിയാണെന്നും PM കിസാനിലൂടെ കർഷകരുടെ സമഗ്ര അഭിവൃദ്ധിയാണ് ലക്ഷ്യമെന്നും മോഡി. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള രാജ്യത്തെ 12 കോടിയിലധികം കർഷകർക്ക് വർഷം 6,000 രൂപ സഹായം ലഭിക്കും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ പദ്ധതിയെപ്പറ്റി വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. നമസ്കാരം കേരള. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, കേരളത്തിൽ തന്നെ കൃഷിക്കാരെന്ന് പറയുന്നത് 50 സെന്റ് സ്ഥലത്തിന് താഴെയുള്ളവരാണ്. അവരെല്ലാവരും തന്നെയും പ്രധാനമന്ത്രിയുടെ ഈ 6 ലക്ഷം രൂപ കൃഷി യോജനയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വളരെ അനുഗ്രഹീതമായിരിക്കുകയാണ്. ന്യൂസ് 18 ഡൽഹി. മരുന്ന് വാങ്ങിക്കാനും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി രാഷ്ട്രീയ പോരിന് തുടക്കം കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ശ്രീകാര്യത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നടത്തിയ ഉദ്ഘാടനത്തിൽ സംസ്ഥാന സർക്കാരിനെ ക്ഷണിച്ചില്ല. ഇതേ തുടർന്ന് കോട്ടയത്ത് കൃഷിമന്ത്രി VS സുനിൽകുമാർ സംസ്ഥാന സർക്കാരിനു വേണ്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനമായിരുന്നു തർക്കത്തിന് കാരണം. തിരുവനന്തപുരം ശ്രീകാര്യം കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളില്ലാതെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവഹിച്ചു. വകുപ്പ് മന്ത്രിയോ സ്ഥലം MLAയോ മറ്റ് ജനപ്രതിനിധികളെയോ അറിയിക്കാതെയായിരുന്നു ചടങ്ങുകൾ. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം കോട്ടയത്ത് നടത്തി. സർക്കാർ പരിപാടികൾ BJP പാർട്ടി പരിപാടികളാക്കുകയാണെന്നും
ഫെഡറൽ സംവിധാനത്തെ കേന്ദ്രം തകർക്കുകയാണെന്നും മന്ത്രി വി എസ് സുനിൽകുമാർ. സാമാന്യ മര്യാദ അനുസരിച്ച് സംസ്ഥാനത്തിലെ കൃഷി വകുപ്പ് മന്ത്രിയെ അത് കാണുക അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതെ രാജ്യത്തെ ഗവൺമെൻറ്റുകളുടെ പദ്ധതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്ര സ്ഥാപനങ്ങൾ തുനിയുന്നത് അത് വളരെ ഒരു തരം താഴ്ന്ന പരിപാടിയാണ്. സ്വീകാര്യത്ത് ഉദ്ഘാടനം നടത്തിയതല്ലെന്നും പ്രധാനമന്ത്രിയുടെ ചടങ്ങിന് സാക്ഷിയാവുക മാത്രമായിരുന്നെന്നും കണ്ണന്താനത്തിന്റെ മറുപടി. ഈ പദ്ധതി നടക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം ഇപ്പൊ നടന്നത് ഗോരഖ്പൂറാണ്. അപ്പൊ കടകംപള്ളി സുരേന്ദ്രനോ സുനിൽകുമാറിനോ ഗോരഖ്പൂരിൽ പോകണമെങ്കിൽ പോകാം, യാതൊരു പ്രശ്നവുമില്ല. ഇതിവിടെ ഞങ്ങളെല്ലാം കൂടെ ഇത് സാക്ഷിയായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനകത്ത് പ്രധാനമന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകരോട് ചോദ്യം ചോദിച്ചു. നേരത്തെ ശിവഗിരി സർക്യൂട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് റേഡിയോ പ്രഭാഷണത്തിലായിരുന്നു മോദിയുടെ പരാമർശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ മൻ കി ബാത്തിൽ പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മൻ കി ബാത് പരിപാടി ഉണ്ടാകില്ല. മെയ് മാസത്തിലെ അവസാന ഞായറാഴ്ചയാകും ഇനി മൻ കി ബാത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. പൊതുവായ വിഷയങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുപ്പ് ഫലം നിശ്ചയിക്കുന്നതിൽ അതാത് മണ്ഡലങ്ങളിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഘടകങ്ങളാണ്. ന്യൂസ് 18 ഇലക്ഷൻ മെഗാ ഷോയിൽ ഈ ആഴ്ച ചർച്ച ചെയ്തത് 9 ലോക്സഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ്. ഇരട്ടക്കൊലപാതകം തൊട്ട് സ്ഥാനാർത്ഥിയുടെ മികവ് വരെ തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ കാരണങ്ങളായേക്കാമെന്ന് അവിടെ എങ്ങനെ ജയിക്കുമെന്ന ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ഓരോ മണ്ഡലവും അതാതിന്റെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ളയിടങ്ങളാണ്. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാണ്. അടിയന്തര പരിഗണന അർഹിക്കുന്ന ഒരു വിഷയം പയ്യന്നൂരിനടുത്തുള്ള കണ്ടങ്ങളിലെ നിർദ്ദിഷ്ട എണ്ണ സംഭരണശാലയുടെ പ്രശ്നമാണ്. എൻഡോസൾഫാനും സാമുദായിക സമവാക്യവും നിലവിലെ എംപിയുടെ പ്രകടനവുമൊക്കെ വിഷയങ്ങളായി എടുത്ത് ഇരട്ടക്കൊല തന്നെ പ്രചാരണത്തിൽ മുഴച്ചു നിൽക്കും. കാസർഗോഡിന് പുറത്തായിരിക്കും ഈ ഇരട്ടക്കൊലപാതകം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ആലപ്പുഴയും കൊല്ലവും മറുപക്ഷത്തേക്ക് ചായുന്നതെങ്ങനെ? രാഷ്ട്രീയമാണോ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവാണോ ഘടകം? കേസ് ജയിച്ചു ഒരു കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പിന്റെ ഒരു മന്ത്രിയാണ് ആലപ്പുഴക്കാർ ജയിപ്പിക്കാൻ ആലപ്പുഴയ്ക്ക് കിട്ടുക. കുത്തക മണ്ഡലങ്ങളിൽ കരുത്തരെ നേരിടാൻ കൂടുതൽ ശക്തരെ ഇറക്കിയാൽ അവിടെ എങ്ങനെ ജയിക്കും? CPM-ന്റെ ആറ്റിങ്ങലിലും ലീഗിന്റെ പൊന്നാനിയിലും പൊടിപാറുമോ പോരാട്ടം? ഈ ജാതി ഘടകങ്ങൾ മാത്രം ഒരു ഭയങ്കര പ്ലേ ഉണ്ടാകുമെന്നും അതിന്റെ പേരിൽ വോട്ടുകൾ കംപ്ലീറ്റ് മാറുമെന്ന് പറയുന്ന ആ തിയറിയൊക്കെ നമ്മൾ മാറ്റി എഴുതേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാടിന്റെ ഗതി നിർണ്ണയിക്കുക മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ തന്നെയാകുമോ? മറ്റൊരു കാർഷിക മേഖലയായ ഇടുക്കി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി എത്തുമോ? സഭാ തർക്കത്തിലെ സർക്കാർ നിലപാട് കോട്ടയത്തും ചാലക്കുടിയിലും വോട്ട് നിർണ്ണയിക്കുമോ? ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബിജെപിയെ തോൽപ്പിക്കുകയാണ് മുഖ്യ അജണ്ടയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന് പുറത്ത് കൂടുതൽ സീറ്റിൽ മത്സരിക്കും. തമിഴ്നാട്ടിലും ബംഗാളിലും ഇക്കാര്യത്തിൽ ധാരണയായി. മറ്റിടങ്ങളിൽ ചർച്ച നടക്കുന്നു. കേരളത്തിൽ 3 സീറ്റ് എന്ന കാര്യത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന ഉഭയകക്ഷി യോഗം ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിലേക്കെന്ന സൂചന നൽകി ഭർത്താവ് റോബർട്ട് വദ്ര. തനിക്കെതിരെ ആരോപണങ്ങൾ അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കുമെന്ന് വദ്ര പറഞ്ഞു. കോൺഗ്രസിലെ കുടുംബ രാഷ്ട്രീയം പടർന്ന് പന്തലിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. കള്ളപ്പണക്കേസിൽ അന്വേഷണം നേരിടുന്നതിനിടെയാണ് രാഷ്ട്രീയ പ്രവേശനമോഹം റോബർട്ട് വദ്ര വീണ്ടും പരസ്യപ്പെടുത്തുന്നത്. തന്റെ പേരുപയോഗിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്ന് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കും. പ്രളയകാലത്ത് കേരളത്തെ സഹായിക്കാനടക്കം നടത്തിയ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് വദ്രയുടെ നീക്കം. പ്രിയങ്കയേക്കാൾ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് നേരത്തെ താൽപര്യം കാണിച്ചത് വദ്രയായിരുന്നു. പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായതോടെ പിന്മാറി. വദ്രയ്ക്കെതിരായ ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുകയാണ് പ്രിയങ്കയും കോൺഗ്രസും. വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രിയങ്ക പോയത് ഇതിന്റെ കൃത്യമായ സൂചനയായിരുന്നു.
കോൺഗ്രസിലെ കുടുംബരാഷ്ട്രീയത്തിന് തെളിവാണ് വദ്രയുടെ രാഷ്ട്രീയ പ്രവേശന മോഹമെന്ന് BJP വിമർശിച്ചു. ന്യൂസ് 18 ഡൽഹി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഗ്രാൻഡ് മുഫ്തിയായി പ്രഖ്യാപിച്ചു. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന സമ്മേളനത്തിലാണ് രാജ്യത്തെ പ്രധാന മുസ്ലിം ഉലമാകൾ ഐക്യകണ്ഠേന പ്രഖ്യാപനം നടത്തിയത്. സുന്നി സൂഫി ധാരയിലെ വ്യത്യസ്ത മദ്ഹബുകളിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷ മുസ്ലിം ജനതയുടെ പരമോന്നത നേതാവായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അംഗീകരിക്കുന്നതാണ് പ്രഖ്യാപനമെന്ന് നേതാക്കൾ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരാൾ ഈ പദവിയിലെത്തുന്നത്.